കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പലപ്പോഴും നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നം ഇതാണ്: എന്നെ അവഗണിക്കുന്നു, എന്നെ മാറ്റി നിർത്തുന്നു, എന്നെ മാനിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ തഴയുന്നു. അങ്ങനെ ഒരുപാട് പരാതികളൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ ഈ തഴയുന്ന, നമ്മളിങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഈ വേദന നമ്മുടെ ദൈവം കാണുന്നില്ലേ? പലപ്പോഴും പരാതികളാണ് ഭർത്താവിനോട്: നിങ്ങളെന്നെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല, നിങ്ങളെന്നോട് പറഞ്ഞില്ല. മക്കൾക്കും പരാതിയുണ്ട്: മാതാപിതാക്കൾ ഞങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല, പറഞ്ഞയച്ചില്ല, ഞങ്ങൾക്ക് വാങ്ങി തന്നില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്നെ തഴയുന്നു, എന്നെ മാറ്റി നിർത്തുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ തഴയുന്നൊരു വ്യക്തിയെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. യാക്കോബ് വിവാഹം കഴിച്ചതിൽ ഒരു ഭാര്യയുടെ പേര് ലയ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. റാഹേലിനോടാണ് യാക്കോബിന് സ്നേഹം കൂടുതൽ. കണ്ടു, അവിടെ യാക്കോബ് ലയെ തഴയുന്നു എന്ന് കണ്ടപ്പോൾ ഈ ലയയുടെ ജീവിതത്തിൽ ഗർഭധാരണ കൃപ കൊടുക്കുന്നു, അവൾ പ്രസവിക്കുന്നു. അപ്പോൾ യാക്കോബ് ഇവളെ കൂടുതൽ സ്നേഹിക്കാൻ ഇടവരുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകളും വേദനകളൊക്കെ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തഴയുന്ന ആ വ്യക്തി തന്നെ തഴുകാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം: എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ കാണുന്നു, എൻ്റെ സങ്കടങ്ങൾ അറിയുന്നു. മറ്റുള്ളവരാരൊക്കെ എന്നെ തടഞ്ഞാലും ദൈവം അത് കണ്ട് എന്നെ സ്നേഹിക്കും, എനിക്ക് കൃപകൾ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നു, അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാതെ പോകുന്നു. ഈശോയെ, അവിടെയെല്ലാം നിൻ്റെ സ്നേഹം എന്നിലേക്ക് വർഷിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കരയാൻ കണ്ണീരില്ല നാഥ, ഇനി പറയാൻ വാക്കുകളും, എങ്കിലും ഞാൻ കാത്തിരുന്നു നിൻ വിളിക്കായെന്നും നാഥ. എങ്കിലും ഞാൻ കാത്തിരുന്നു നിൻ വിളിക്കായെന്നും നാഥ. കരയാൻ കണ്ണീരില്ല നാഥ, ഇനി പറയാൻ വാക്കുകളും, എങ്കിലും ഞാൻ കാത്തിരുന്നു നിൻ വിളിക്കായെന്നും നാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.